ട്യൂഷൻ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. അതിനു മുമ്പ് ഇത് കൊണ്ടുപോയി നമുക്ക് വീട്ടിൽ കൊടുക്കാം. ഇന്ന് ഞങ്ങൾ മണ്ണടി അമ്പലത്തിൽ പോയപ്പോൾ അവിടെ കുറച്ച് വഴിപാടുകൾ നടത്തിയതിന്റെ പ്രസാദമാണ്. അമ്മ വൈകുന്നേരമായി ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ അപ്പൊ ഞാൻ വെച്ച് കൈയോടെ അങ്ങ് കൊണ്ടു കൊടുക്കാമെന്ന് കൊണ്ടു കൊടുത്തിട്ട് അപ്പോഴേ ഇഞ്ഞ് പോരുന്നു കേട്ടോ. എന്റെ കുട്ടികളെല്ലാം വന്നിരിക്കുന്നുണ്ടേ പഠിക്കാന്. അപ്പോഴാണ് അമ്മ 2 മാങ്ങ വാങ്ങിച്ച കാര്യം പറയുന്നത്. എന്നാ പിന്നെ ഒരു മാങ്ങ എനിക്കിവിടെ തരാൻ പറഞ്ഞു. മീനിടാവല്ലോ. ആ വലിയ മാങ്ങയായിരുന്നു എന്റെ ലക്ഷ്യം, പക്ഷെ അമ്മ തന്നില്ല. അയ്യോ, നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ? അമ്മൂമ്മപ്പഴം. ഈ മുതലൊരു നൊസ്റ്റാൾജിക് ഐറ്റമാണ്. 90 കിഡ്സിനോട് ചോദിച്ചാൽ എല്ലാവരും ഇത് കഴിച്ചിട്ടുള്ളവരായിരിക്കും. പണ്ട് സ്കൂളിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും വഴിയോരങ്ങളിൽ ഇത് ധാരാളം പിടിച്ചേക്കും. ഇത് മത്സരിച്ച് പിച്ചു തിന്നാൻ എന്ത് രസമായിരുന്നോ. ഇന്ന് 7ാം ക്ലാസ്സുകാർക്ക് സോഷ്യൽ സയൻസിനകത്തുള്ള അവസാനത്തെ ചാപ്റ്റർ ഓണപരീക്ഷയ്ക്കുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. ടവർ എർത്ത്. പക്ഷേ തീർന്നിട്ടില്ല, 2ാമത്തെ ചാപ്റ്റർ പഠിപ്പിക്കാനുണ്ട്. നമ്മുടെ അബിക്കും ഇന്ന് സോഷ്യലാണ് കേട്ടോ. അവിടെ എവിടെയും സോഷ്യലായിരുന്നു. ദേ പിന്നെയും സോഷ്യൽ. നമ്മുടെ നൂറയ്ക്കും ഇന്ന് സോഷ്യലായിരുന്നു. 2025 സോഷ്യലിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് എഴുതിയേക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇത് എഴുതി തന്നെ പഠിക്കുക കേട്ടോ. ഒരുപാട് ടേംസ് ഉണ്ട്, നല്ല കട്ടിയുള്ള വാക്കുകൾ. അത് എഴുതി തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇന്ന് അല്ലു മാത്രം ഇല്ലായിരുന്നു കേട്ടോ. ബാക്കി കുട്ടികളെല്ലാം ഇന്ന് പ്രസന്റ് ആയിരുന്നു. അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പായസത്തിനകത്ത് ഒരു പായസപ്പൊതി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് അവർക്ക് നമുക്ക് കൊടുക്കാം. ഈ ശർക്കര പായസം എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ളൊരു കാര്യമൊന്നും അല്ല കേട്ടോ. പക്ഷെ എല്ലാവരോടും ആവുമ്പോഴത്തേനും ഇവർക്കെല്ലാം കഴിക്കാൻ ഭയങ്കര ഉത്സാഹവുമാണ്. ബാക്കി വന്ന ഇച്ചിരി പായസം ഞാനും കഴിച്ചു, ബാക്കി ഹസ്ബൻഡും കഴിച്ചു കേട്ടോ. അപ്പോഴാണ് അവിടെ ഒരു പ്രശ്നം. അങ്ങനെ ഒരാളുടെ വെള്ളം എടുത്താൽ തീർത്തത് കുടിക്കാൻ ആരാ വെള്ളം എടുത്തത്? അവസാനം പ്രശ്നം ഞാൻ പരിഹരിച്ചു കൊടുത്തു കേട്ടോ. വെള്ളം എടുത്ത് കുടിച്ച പ്രശ്നമാണ്. നമ്മുടെ മർവ വന്നപ്പോ തൊട്ട് എന്റെ കമ്മൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് വന്നിരുന്ന കാതിലൊക്കെ പിടിച്ചിങ്ങനെ തട്ടുന്നുണ്ടായിരുന്നു. എന്നാ പിന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. സുന്ദരിയായില്ലേ? യൂസ്ഡ് ടു മേക്ക് ഫർണിച്ചർ. പേപ്പർ ഈസ് മെയ്ഡ് ഫ്രം ദ വുഡ് ഓഫ് പൾ. മറവയ്ക്ക് ഇപ്പോൾ അവസാനത്തെ ചോദ്യമാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ടെസ്റ്റ് പേപ്പർ ഇടാമെന്ന് തന്നെ വിചാരിച്ചു. ഇത് ഫുൾ ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഇതിന് ഇന്ന് ഇവൾക്ക് സ്റ്റിക്കി നോട്ട് ഉണ്ട് കേട്ടോ. മറ്റെന്തെങ്കിലും കാര്യത്തിന് പോയി കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ ഇങ്ങനെയാണ്. അതായത് മഹാദേവിന് ചിത്രശലഭത്തിന്റെ പടം വരയ്ക്കണം. അത് വരച്ചു കൊടുക്കുന്ന ആരാ? മർവയും. അവിടുന്ന് പിടിച്ചിരുത്തിയ മർവയെ കൊണ്ട് എക്സാം എഴുതിപ്പിച്ചു. നല്ല മാർക്കുണ്ടായിരുന്നു. പിന്നെ മഹാദേവിന് ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തു എക്സാമിനുള്ള. റിച്ചുക്കുട്ടൻ ആസ് യൂഷ്വൽ ഇന്ന് EVS ആണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലാസിന്റെ അവസാനം ആയപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ ശരീരത്തിലുള്ള ഊർജ്ജം എല്ലാം പോയി. നമ്മുടെ മഹാദേവിന് ഇന്ന് കുറച്ചധികം മിസ്റ്റേക്ക് ബുക്കിനകത്തുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റിച്ചുവിനെ ഞാൻ കൊണ്ടാക്കാൻ പോവാണ്. ഇപ്പൊ ഈ എടുക്കുന്നുണ്ടല്ലോ വടിയാണ്. ഇവിടെ എല്ലാം പട്ടികളുടെ ശല്യം രൂക്ഷമാണ് കേട്ടോ. Let's go on together, be careful.